വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ രണ്ടാം ഘട്ട തെളിവെടുപ്പിനായി എത്തിച്ചു. അച്ഛന്റെ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ സാജിദ ബീഗം എന്നിവരെ കൊലപ്പെടുത്തിയ വീട്ടിലാണ് തെളിവെടുപ്പ്. ഈ കേസിൽ കിളിമാനൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. വിജിൻ ചേരുന്നുണ്ട്. വിജിൻ, ഈ രണ്ടാം ഘട്ട തെളിവെടുപ്പിനായി ഇപ്പോൾ ഈ പ്രതിയെ സ്ഥലത്തെത്തിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് വിവരങ്ങൾ? നന്ദു, എന്തായാലും ചുള്ളാളത്തെ അച്ഛന്റെ സഹോദരന്റെ വീട്ടിലാണ് നിലവിൽ തെളിവെടുപ്പ് നടത്തിയത് പോലീസ്. ഇയാളുടെ ലത്തീഫിന്റെ വാഹനത്തിന്റെ താക്കോൽ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഈ അഫാൻ എടുത്ത് എറിഞ്ഞു എന്നാണ് നേരത്തെ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ലത്തീഫിന്റെ മൊബൈൽ ഫോണും പുറത്തേക്ക് ഒരു കുഴിയിൽ എറിഞ്ഞു എന്നാണ് അഫാൻ മൊഴി നൽകിയിരുന്നത്. ഇതുകൂടി കണ്ടെത്താനുള്ള പരിശോധനയാണ് നിലവിൽ ഇപ്പോൾ നടത്തുന്നത്. അതിനുശേഷം തൊട്ടടുത്ത ഒരു കടയിൽ നിന്ന് മുളകുപൊടി വാങ്ങിയിരുന്നു എന്ന മൊഴിയും അഫാൻ നൽകിയിട്ടുണ്ട്. അതിന് കാരണം ഈ കടം വാങ്ങിച്ചവർ തിരികെ ചോദിക്കാൻ വീട്ടിലെത്തിയാൽ മുളകുപൊടി മുഖത്തേക്ക് വലിച്ചെറിയാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ മുളകുപൊടി വാങ്ങിച്ചത് എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. ആ കടയിൽ കൂടി പരിശോധന നടത്തും, തെളിവെടുപ്പ് നടത്തും എന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേസിൽ നിലവിൽ കിളിമാനൂർ പോലീസാണ് ഈ രണ്ട് കൊലപാതകങ്ങളുടെ കേസിലാണ് കിളിമാനൂർ പോലീസ് അന്വേഷണം നടത്തുന്നത്. ഇതിനുശേഷം നാളെയോടുകൂടി അഫാനെ ജയിലിൽ ഹാജരാക്കും. തുടർന്നായിരിക്കും വെഞ്ഞാറമൂട് പോലീസ് ഈ ഫർസാനയുടെയും അതുപോലെ തന്നെ അനിയൻ അഫ്സാനെയും കൊലപ്പെടുത്തിയ കേസിൽ അഫാനെ കസ്റ്റഡിയിൽ വാങ്ങുക. പൂർണ്ണമായും ഈ 5 പേരുടെയും മരണത്തിന്റെ തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയ ശേഷം അച്ഛനും ഒപ്പം തന്നെ ഉമ്മയ്ക്കും ഒരുമിച്ചിരുത്തിയുള്ള തെളിവെടുപ്പിലേക്ക് കടക്കണമെന്ന കാര്യത്തിൽ ഉൾപ്പെടെ പോലീസ് അപ്പോഴായിരിക്കും തീരുമാനമെടുക്കുക. എന്തായാലും നിലവിൽ ഉമ്മയെ ഈ കൊലപാതക കാരണങ്ങൾ ഒക്കെ അറിയിച്ചിട്ടുണ്ട്. ആദ്യം ആ ഘട്ടത്തിൽ ഒരാളുടെ ഉമ്മുമ്മയുടെ കൊലപാതകവും ആയി ബന്ധപ്പെട്ട കാര്യം മാത്രമായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 5 പേരെയും അഫാൻ കൊലപ്പെടുത്തിയെന്ന കാര്യം ഉമ്മയെ അറിയിച്ചു, ബന്ധുക്കൾ വഴി അറിയിച്ചു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഉമ്മയുടെ ശാരീരിക സ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് നിലവിൽ റൂമിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ കടബാധ്യതകൾ ഉൾപ്പെടെ ഉള്ള വിഷയത്തിൽ ഏത് തരത്തിലുള്ള ബാധ്യതകളാണ് ഉണ്ടാവാനുള്ള കാരണം എന്നുള്ള കാര്യമാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അതിൽ ഉമ്മയുടെ കൂടി മൊഴി നിർണായകമായിരിക്കും. ഇനി കൂടുതൽ രോഗ അവസ്ഥയിൽ നിന്ന് ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വന്ന സാഹചര്യത്തിൽ ഉമ്മയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്താനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അച്ഛൻ നിലവിൽ നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം തന്റെ ഒരു സാമ്പത്തിക ബാധ്യതയുടെ ഭാഗമായി കുടുംബത്തിന് ഇത്രയും വലിയ കടമുണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് നേരത്തെ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമെങ്കിൽ അച്ഛനെ വീണ്ടും മൊഴിയെടുപ്പിന് വിളിപ്പിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ 2 പേരെ കൊലപ്പെടുത്തിയ കേസിൽ ആണ് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നന്ദു. ശരി, വിജിനാണ് വിവരങ്ങൾ നൽകിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതി അഫാനെ രണ്ടാം ഘട്ട തെളിവെടുപ്പിനായി എത്തിച്ചു. തെളിവെടുപ്പിനായി എത്തിച്ചത് അച്ഛൻ്റെ സഹോദരൻ അബ്ദുൾ ലത്തീഫ്, ഭാര്യ സാജിദ ബീഗം എന്നിവരെ കൊലപ്പെടുത്തിയ വീട്ടിലാണ്. കിളിമാനൂർ പോലീസാണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത്.